ദൈവനാമത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റോസ്മേരി ജോബ്. ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഇതെൻ്റെ ഭർത്താവ് ജെബിൻ ജോസഫ്. ഇതെൻ്റെ വാവ ആൽഡിസ് ജോസഫ് ജെബിൻ. കുഞ്ഞിനിപ്പോൾ 8 മാസമായി. വാവ എൻ്റെ വയറ്റിലുണ്ടായി 9ാം മാസം ആയപ്പോഴത്തേക്കിനും എനിക്ക് മെയ് 15 ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പം അയർലൻഡിൽ തന്നെയായിരുന്നു പ്രസവമൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. മെയ് 2 തീയതി ആയപ്പോഴത്തേക്കിനും കുഞ്ഞിന് അനക്കമില്ലാണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും കഴിഞ്ഞ സ്കാനിൽ നിന്ന്, അതായത് 1.5 മാസത്തിനുള്ളിൽ കുഞ്ഞിന് 10 ഗ്രാം മാത്രമാണ് കൂടിയിരുന്നത്. ഒരാഴ്ചയിൽ 9ാം മാസം ആകുമ്പോഴത്തേക്ക് ഒരാഴ്ചയിൽ 250 ഗ്രാമെങ്കിലും കൂടേണ്ടത് അതിൽ. അപ്പോൾ 1.5 മാസത്തിൽ കുഞ്ഞിന് 10 ഗ്രാമേ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹാർട്ട് റേറ്റും എല്ലാം വാവയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് ഡോക്ടേഴ്സ് പറയുകയും എനിക്കാണെങ്കിൽ നോർമൽ ഡെലിവറിക്കായിരുന്നു ആഗ്രഹം. ഞാൻ അവിടെ ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാനൊക്കെ പറ്റും എന്ത് ഡെലിവറിയാണ് വേണ്ടത്, സിസേറിയനാണോ നോർമലാണോ ആഗ്രഹം എന്നൊക്കെ. അപ്പം ഞാൻ നോർമൽ ഡെലിവറിക്ക് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തേക്ക് ഇങ്ങനെ ജൂനിയർ ഡോക്ടർ വന്നപ്പം ജൂനിയർ ഡോക്ടർ പറഞ്ഞു ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിട്ട് വെക്കേണ്ടതാണ്, അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇന്ന് വൈകുന്നേരം ആയിട്ടില്ല, അപ്പം അടുത്ത ദിവസം രാവിലത്തേക്ക് നമുക്ക് ഇൻഡ്യൂസ് സ്റ്റാർട്ട് ചെയ്യാം, സീനിയർ ഡോക്ടേഴ്സ് ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എന്നെ ഇൻഡ്യൂസ് ചെയ്തു. പിന്നെ അന്ന് വൈകുന്നേരം ഇൻഡ്യൂസ് ചെയ്തു. എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, എൻ്റെ സെർവിക്സ് ഡൈലേറ്റ് ആവുന്നില്ല, കുഞ്ഞ് വരാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം എന്നെ ഇൻഡ്യൂസ് ചെയ്തു, രാവിലെ ഇൻഡ്യൂസ് ചെയ്തു, ഉച്ചയ്ക്ക് ഇൻഡ്യൂസ് ചെയ്തു. എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുഞ്ഞിന് സെർവിക്സിൽ കൂടെ വരാൻ വേണ്ടിയിട്ട്, ഡൈലേഷൻ വരാൻ വേണ്ടിയിട്ട് സെർവിക്സിൽ അവർ ഡോക്ടേഴ്സ് ഇങ്ങനെ കൈ ഇട്ടിട്ട് സെർവൈക്കൽ സ്വീപ്പ് എന്നൊക്കെ പറയും, അത് 11 പ്രാവശ്യത്തോളം എനിക്ക് ചെയ്തു. അപ്പോൾ ഈ 3 ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അല്ലാണ്ട് കുഞ്ഞ് വരുന്നതിൻ്റെ വേദനയോ എൻ്റെ സെർവിക്സ് ഡൈലേറ്റ് ആവോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ 3ാം ദിവസം വൈകിട്ടായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വേദന തുടങ്ങിയിട്ട് എന്നെ ലേബർ റൂമിൽ അഡ്മിറ്റ് ചെയ്ത് എനിക്ക് ഇൻഡ്യൂസിന് ചെയ്യേണ്ട മെഡിസിൻ്റെ മരുന്നും എല്ലാം കൂട്ടിത്തരാനായിട്ട് അവർ തുടങ്ങി. അവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് വൈകിട്ടായപ്പോഴത്തേക്കും ഭയങ്കര വേദന, എല്ലാ സംഭവങ്ങളും തുടങ്ങി. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും 2 മണി ആയപ്പോഴത്തേക്കിനും 9 സെൻറ്റിമീറ്റർ ഡൈലേഷൻ ആയിട്ടുള്ളൂ. 10 സെൻറ്റിമീറ്റർ ആയെന്ന് മാത്രമേ നമുക്ക് കുഞ്ഞ് വരാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം 9 സെൻറ്റിമീറ്റർ ഡൈലേഷൻ അങ്ങനെ നിൽക്കുകയാണ്, 10 സെൻറ്റിമീറ്റർ ആവുന്നില്ല. അപ്പം ഇടയ്ക്കൊരു ലേഡി ഡോക്ടറും വരുന്നുണ്ട്, ഒരു മെയിൽ ഡോക്ടറും വരുന്നുണ്ട്. അവർ രണ്ടുപേരുമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പം ലേഡി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത്രയും നേരമായി കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ എൻ്റെ BP ആണെങ്കിൽ 290-ൽ കൂടി നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം റിസ്ക് എടുക്കാനായിട്ട് വയ്യ, 3 ദിവസമായിട്ട് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സിസേറിയന് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നിന്നെ അർജൻറ്റായിട്ട് തിയേറ്ററിലോട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം. എൻ്റെ കയ്യിലൊരു കൊന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാതാവ് മാത്രമേ എനിക്ക് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കിനി സിസേറിയൻ വേണ്ട. 3 ദിവസമായിട്ട് 11 പ്രാവശ്യം സർവൈക്കൽ സ്വീപ്പിങ്, 3 ദിവസമായിട്ട് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ട മാതാവേ സിസേറിയൻ, എൻ്റെ നടുവിന് ഓൾറെഡി പ്രശ്നങ്ങളുള്ളതാ, സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇല്ല കൂട്ടത്തിൽ, ഇതിൽ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും, വേദനയെല്ലാം അനുഭവിക്കേണ്ടി വരും, എനിക്ക് വേണ്ടാന്ന് വെച്ച് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു എന്തായാലും ചെയ്യണം, 2 പേർക്കും അതുകൊണ്ട് റിസ്ക് ഇല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഏപ്രിലും എല്ലാം ഇടിപ്പിച്ച് എൻ്റെ ഇന്ന് കൺസെൻറ്റും എല്ലാം സൈൻ ചെയ്ത് മേടിച്ച് എന്നെ ട്രോളി തള്ളാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കെന്തോ പെട്ടെന്ന് മാതാവ് തോന്നിപ്പിച്ചു ഒന്ന് മെയിൽ ഡോക്ടറിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കണമെന്ന്. ലാസ്റ്റ് വന്ന് ചെക്ക് ചെയ്തിട്ട് പോയത് ഫീമെയിൽ ഡോക്ടറാണ്. 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് 9 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ഡൈലേഷൻ ആവുന്നില്ലായിരുന്നു. അപ്പം മാതാവ് തോന്നിപ്പിച്ചു. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇപ്പം നമുക്ക് എന്തായാലും ഡോക്ടറിനെ തപ്പി പോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഡോക്ടർ അവിടെ വരികയും ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ 10 സെൻറ്റിമീറ്റർ ഡൈലേഷനായി, എന്നെ നോർമൽ ഡെലിവറി ചെയ്യുകയും ചെയ്തു. അങ്ങനെ തന്നെ അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഡോക്ടറിന് ആ സമയത്ത് അവിടെ വരാനായിട്ട് എല്ലാം ഇടയാക്കിയത് മാതാവാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എൻ്റെ കുഞ്ഞുണ്ടായി. ആ 10 ഗ്രാം മാത്രം ആ ഒരു 1.5 മാസത്തിൽ വളർന്നിരുന്ന കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്കിനും 3.27 കിലോയോട് കൂടിയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. പിന്നെ കുഞ്ഞുണ്ടായി, എനിക്ക് എൻ്റെ നെഞ്ചത്തോട്ട് ഇട്ടു, ഇച്ചാൻ്റെ നെഞ്ചത്തോട്ട് കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി ഛർദ്ദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ മണിക്കൂറുകളോളം എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഇടയിൽ എനിക്ക് PPH എന്ന് പറയും, പോസ്റ്റ് വാട്ടർ ഹെമറേജ്, ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി. അതുപോലെ തന്നെ എനിക്ക് ഷോക്കിലോട്ട്, ഹൈപ്പോവലമിക് ഷോക്ക് എന്ന് പറയും, ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഷോക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരവസ്ഥയിലോട്ട് പോകും. അങ്ങനത്തെ അവസ്ഥയിലോട്ട് എല്ലാം പോയി. അപ്പോൾ ഈ ഒരു എനിക്കെന്തോ മനസ്സിലാവുന്നുണ്ടായിരുന്നു, എനിക്കെന്തോ സംഭവിക്കുന്നതായിട്ട്. കുഞ്ഞ് ഇച്ചാൻ്റെ കൈ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ബോധം മറിയുന്നതായിട്ടൊക്കെ. പക്ഷേ ഞാൻ മാതാവിനോട്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരണം, എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തരുത് എന്ന്. അപ്പോൾ ആ ഒരു ഹൈപ്പോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഒരു അവസ്ഥയിലോട്ട് പോയി കാർഡിയാക് അറസ്റ്റ് ടീമിനെ വരെ വിളിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലും അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഞാൻ നോട്ട്സിൽ നിന്ന് വായിക്കുന്നതും പിന്നീട് നഴ്സുമാർ എന്നോട് പറഞ്ഞു തന്ന് ഞാൻ അറിയുന്നതുമാണ്. ഒരു ഡോക്ടർ അവിടെ വരികയാണ്, അനസ്തേഷ്യയുടെ ഒരു ഹെഡ് അവിടെ വരികയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് സിസ്റ്റം മാറ്റാനായിട്ട്. അതായത് എനിക്ക് BP നോക്കിക്കൊണ്ടിരുന്ന ആ സിസ്റ്റത്തിൽ 300 വരെ BP കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്റം മാറ്റിയപ്പോഴത്തേക്കിനും 42-31 എൻ്റെ BP കിടക്കുകയാണ്. അപ്പോൾ സിസ്റ്റം എററായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ആ BP അത്രയും താഴ്ന്നു കിടക്കുന്ന ഒരു BP ആണ് എനിക്ക് ഹൈ ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം അതിനനുസരിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അതായത് ഇപ്പം തെറ്റായിട്ടായിരുന്നു എനിക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അനസ്തേഷ്യ ഹെഡ് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ എന്തോ ഒരു ഭാഗ്യത്തിന് ആ സമയത്ത് വരികയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായ രീതിയിൽ BP തീരെ താന്നിരിക്കുകയാണെന്നും കറക്റ്റായ രീതിയിലാക്കുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ഇൻഫ്യൂഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാം സംഭവിച്ചത്. അങ്ങനെ എനിക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഭാവിക്ക് ആരോഗ്യവാനായി ഞങ്ങൾ നാട്ടിലെത്തി കൃപാസനത്തിൽ വരാമെന്നെല്ലാം നേർന്നിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കൃപാസനത്തിലെത്തി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഞാൻ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു. അന്ന് ഭാവിക്ക് 4.5 മാസം പ്രായം ഉണ്ടായിരുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ മേളിലത്തെ ആ റൂമിൽ നമുക്ക് ടോക്കൺ കിട്ടുമല്ലോ, അപ്പോൾ ടോക്കൺ അനുസരിച്ച് നിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് എനിക്ക് വയറ്റിൽ ഭയങ്കരമായിട്ട് വേദന വന്നു. എന്ന് വെച്ചാൽ പ്രസവം ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു വേദന എൻ്റെ വയറ്റിൽ പെട്ടെന്ന് വരികയും എന്തോ വയറ്റിൽ നിന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലോട്ട്, ഞാൻ നേഴ്സ് ആയതുകൊണ്ട് ഞാൻ എന്നിട്ട് അത് കണ്ടു. എനിക്ക് ഒരു വലിയൊരു ക്ലോട്ട് വന്നിരിക്കുക. അതിൽ സാധാരണ ഒരു ക്ലോട്ടല്ല, അതൊരു വൈറ്റ് കളർ ടിഷ്യൂ കണക്കുണ്ട്. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. ഈ സമയത്തല്ല എനിക്ക് മാതാവിനോട് മാത്രമേ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു UPT പോസിറ്റീവാണ്, അതായത് വീണ്ടും ഗർഭധാരണം എനിക്ക് നടന്നിരിക്കുകയാണ് 4.5 മാസത്തിൽ എന്ന് അവരുടെ സംശയം അങ്ങനെയാണ്. അതൊരു കുഞ്ഞ് പോയതാണ്, മിസ്കാരേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ വേറൊരു മുഴ വളരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇത് റിപ്പീറ്റ് ചെയ്യണം, UPT എല്ലാ 2 ആഴ്ചയ്ക്കുള്ളിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, അതുപോലെ തന്നെ സ്കാനും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ UPT നോക്കി. അപ്പോൾ UPT നോക്കിയപ്പോഴത്തേക്ക് അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും മിസ്കാരേജ് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, കാരണം 4.5 മാസത്തിൽ UPT റിപ്പോർട്ട് വെച്ച് നോക്കുമ്പം 2.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു താൻ പേടിക്കേണ്ട, കാരണം അത് തനിക്കോ അല്ലെങ്കിൽ ആ കൊച്ചോ എന്തായാലും രക്ഷപ്പെടത്തില്ലായിരുന്നു. അപ്പോൾ അതെന്തോ മാതാവ് മാറ്റി തന്നായിട്ട് തന്നെ എൻ്റെ വിശ്വാസം. കാരണം ഒന്നല്ലേ അമ്മയോ കുഞ്ഞോ അല്ലെ 2 പേരും എന്തായാലും മരിച്ചുകൊണ്ടൊരു അവസ്ഥയായിരുന്നു. ആ കുഞ്ഞ് എന്തായാലും വളർന്നു കഴിഞ്ഞെന്നാൽ, അതുകൊണ്ട് താനുണ്ട് പേടിക്കേണ്ട. 4.5 മാസത്തിൽ 2.5 മാസം ഒരു കുഞ്ഞെന്ന് പറഞ്ഞ ഒരു സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതപ്പോൾ എന്തോ ദൈവകൃപയാലും മാതാവ് അത് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാതാവ് എനിക്ക് മാറ്റി തന്നതാണ്. എന്നിട്ട് സ്കാൻ ചെയ്തു, 2ാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോൾ ആ ഗ്രോത്ത് എൻ്റെ വയറ്റിൽ യൂട്രസിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിരുന്നു എല്ലാം കൊണ്ട്, മിസ്കാരേജിൻ്റെ ഇതും പിന്നെ അല്ലാണ്ട് ഓരോ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് എനിക്ക് മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുറിവ് പിടിക്കാൻ. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ഇതിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് ചെയ്തു. ഉടമ്പടി എടുത്തുകൊണ്ടിരുന്ന് ഞാൻ മാതാവിൻ്റെ തൈലം എല്ലാം ഞാൻ വയറ്റിൽ പുരട്ടുക, അതുപോലെ തന്നെ ഉപ്പിട്ട് വെള്ളം കുടിക്കുക എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് 2ാമത്തെ സ്കാനിൽ ചെന്നപ്പോഴത്തേക്കിനും ഗ്രോത്ത് കൂടിയിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന് മാതാവ് എന്ത് സഹായിക്കാതെന്ന് ഓർത്തു. പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും മാറിയിരിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ എൻ്റെ കൈ ഒരു ഇഞ്ചുറി പറ്റിയിട്ട് എൻ്റെ വിരലിൽ ഇങ്ങനെയായിരുന്നു ഇരുന്നേച്ചത്. ഞാനത് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ വീട് ചേർത്തലയിലാണ്. അപ്പോൾ ചേർത്തലയിൽ കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നീര് കൂടുകയാണെങ്കിൽ കാണിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഇടയിൽ അത് മറന്നുപോയി. പിന്നെ ഞാൻ പുതുപ്പള്ളിയിലേക്ക് കെട്ടിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കൈയുടെ ആദ്യം ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. കൈ ഇങ്ങനെ നിവരാത്തത്, ഇങ്ങനെ വിരൽ ഇങ്ങനെ ഇരിക്കത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു താൻ നേഴ്സല്ലേ, തനിക്ക് ഇത്ര പോലും അറിയത്തില്ലേ, ഇതൊക്കെ തൻ്റെ കരിയറിനെ വരെ ബാധിക്കുന്ന, താൻ IV ഇടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതല്ലേ, തൻ്റെ വിരൽ അതിൻ്റെ അവിടെ ടെൻഡൻ്റെ പ്രശ്നം പറ്റിയിരിക്കുന്ന ഇത് വിരൽ നേരെയാക്കുന്ന ഒരു സംഭവം അത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് സർജറി ചെയ്തേ പറ്റുള്ളൂ, അത് ഇത്രയും നാളായിട്ട് താൻ വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അത് ശരിയാവുമെന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വേറെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ അന്ന് ദിവസം അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യണം, നാളെയെങ്കിൽ നാളെ താൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞാൻ വന്നിട്ട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒന്നാണ് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു,
കുഞ്ഞുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി. അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റിരുന്ന് ഗൂഗിൾ ചെയ്തുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് പ്രശ്നം. ഫസ്റ്റ് ഞാൻ സാധാരണ എഴുന്നേറ്റ ഉടനെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു. അന്ന് ദിവസം ടെൻഷൻ കാണാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഗൂഗിളിലിരുന്ന് തപ്പിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇനി എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവുക, എന്തെങ്കിലും എൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ബാക്കി കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബാധിക്കുമോ എന്നൊക്കെ. അതൊക്കെ നോക്കി കണ്ട് ടെൻഷൻ അടിച്ച് പേടിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പുസ്തകം എടുത്തപ്പോഴത്തേക്കും എൻ്റെ ഇത് കൈ നേരെ ഇരിക്കുക. അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞു. എന്നിട്ട് ഞാൻ ഓടിച്ചെന്നിട്ട് ഈ ചായനൊക്കെ കിടന്ന് ഉറങ്ങായിരുന്നു. അവരെല്ലാവരും വിളിച്ചെഴുന്നേപ്പിച്ച് മമ്മീനെയും പാപ്പേനോടും എല്ലാവരോടും ചെന്നിട്ട് പറഞ്ഞു എൻ്റെ കൈ വിരൽ നേരെയായെന്ന് പറഞ്ഞ്. എന്നിട്ട് അന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിലും പോയി. അവിടെ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ എന്നെ റെഫർ ചെയ്തതാണ്, എൻ്റെ വിരലിൽ ഇങ്ങനെ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ തൊട്ട് തലേ ദിവസം വേറെ ഹോസ്പിറ്റലിൽ ഡോക്ടർ നോക്കിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്ന ഫംഗ്ഷനെല്ലാം നഷ്ടപ്പെട്ടിരുന്ന ആ കരൽ എല്ലാം, അതായത് എല്ലാം സാധാരണ രീതി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞിടോ ഇത് ഈ കൈക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും പഴയ ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞോട് അതൊരിക്കലും സംഭവിക്കത്തില്ല, അതൊരു മെഡിക്കൽ മിറക്കിൾ. അപ്പം ഞാൻ പറഞ്ഞു കൃപാസന മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൈ എല്ലാം ശരിയാക്കിയതാന്ന്. അപ്പം ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്കാൻ ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഗ്രോത്ത് അവിടെ വളർന്നുകൊണ്ടിരിക്കുക എന്നാണ് 2ാമത്തെ സ്കാനിൽ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമായി അടുത്ത സ്കാനിൽ അതിൻ്റെ ഗ്രോത്ത് എന്തായാലും ചെറുതാകുമെന്ന്. അപ്പോൾ അതിൻ്റെ വളർച്ച നോക്കാൻ വേണ്ടിയിട്ട് 3ാമത്തെ സ്കാനിൽ ചെന്നപ്പോഴത്തേക്കിനും അതിനൊന്നുമില്ല, എൻ്റെ അതായത് ഒരു തുള്ളി പോലും ഒന്നുമില്ല എന്നാണ് കണ്ടത്. പൂർണ്ണമായിട്ടും മാതാവ് അത് മാറ്റി തന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനായിട്ട് അയർലൻഡിൽ വെച്ച് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ടായിരുന്നു PT എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പരീക്ഷയുടെ തലേദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിലും സംഭവങ്ങളും എല്ലാം തുടങ്ങി. ഞാൻ ഇന്നേ വരെ, അതായത് നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഛർദിലിനേക്കാളും കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഛർദിക്കാനും എടുക്കാനും എല്ലാം തുടങ്ങി. എനിക്ക് 103 പനിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ ഇൻഫ്യൂഷൻ എല്ലാം ഇട്ടു. അടുത്ത ദിവസം എനിക്ക് പരീക്ഷയുള്ളത്. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് എല്ലാ പരീക്ഷണങ്ങളും തരും, പക്ഷെ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി തരുമെന്ന്. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ പനിയെല്ലാം പോയി, എൻ്റെ പൂർണ്ണ ആരോഗ്യവതിയായി ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് നല്ല മാർക്കോടുകൂടി എനിക്കത് പാസ്സാവാനും പറ്റി. എല്ലാത്തിനും മാതാവിൻ്റെ കൃപ. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ മാതാവിൻ്റെ കൃപയോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പരീക്ഷണങ്ങൾ തരും മാതാവ്, എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം മാതാവ് തന്നെ മാറ്റി തരികയും ചെയ്യും. മാതാവിന് നന്ദി, ഒത്തിരി നന്ദി. അതുപോലെ തന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ദൂരത്തേക്ക് പോകലും ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും എല്ലാം കൂടെ നടക്കുന്നില്ലായിരുന്നു. പരീക്ഷയ്ക്ക് പഠിക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ എനിക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരിൽ മൊത്തം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഞാൻ ഇരിക്കുന്നിടത്ത്, ഞാൻ കാണിക്കാനായിട്ട് പോയപ്പോൾ ഇരിക്കുന്നിടത്ത് തൊട്ടപ്പുറത്ത് ഒരു അമ്മച്ചി ഉണ്ടെങ്കിൽ അമ്മച്ചിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഞാൻ ആ അമ്മച്ചിയായിട്ട് ബാത്റൂമിൽ പോകും. അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒത്തിരി ദൂരത്തൊന്നും പോയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാരുണ്യപ്രവൃത്തികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥന എല്ലാനും എല്ലാം അച്ഛൻ്റെ ധ്യാനം കേൾക്കാനൊക്കെ അന്ന് തന്നെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഞാൻ എന്തായാലും കേൾക്കാണ്ട് പോകത്തില്ല. എത്ര രാത്രിയാണേലും 5 മണിക്കത്തെ പ്രാർത്ഥനയല്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വേറെ സമയം ഉണ്ടായി കാണും, പക്ഷെ ഞാൻ ചെല്ലാണ്ടിരിക്കത്തില്ല. അതുപോലെ തന്നെ ബൈബിൾ വായിക്കലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങി തൂങ്ങി ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വീണ്ടും കുത്തിയിരുന്നിട്ട് പിന്നെ ഞാൻ വായിക്കും. അതിനൊന്നും ഒരു മുടക്കവും സംഭവിച്ചിട്ടില്ല. എല്ലാത്തിനും മാതാവിന് നന്ദി, എന്നെ ഇത്രയിടം വരെ എത്തിച്ചതിൽ. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിനമായ രക്ഷാകര പദ്ധതികൾ ഉടമ്പടി വഴി എങ്ങനെയാണ് സാധ്യതമാകുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 14:14 ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. തൻ്റെ പ്രസവ സമയത്തുണ്ടായ രക്തസ്രാവവും തുടർന്നുണ്ടായ ഷോക്ക്, പിന്നീട് കുഞ്ഞിന് അനക്കമില്ലാതായി ആ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനിടയ്ക്ക് നോർമൽ ഡെലിവറി ആകാൻ വേണ്ടിയിട്ടുള്ള ഈ മകളുടെ ആഗ്രഹം, അങ്ങനെ 3 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതിനിടയ്ക്ക് ഹൈ BP, അതിനോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകുന്നു. കുഞ്ഞിന് 38 ആഴ്ചയിൽ 10 ഗ്രാം മാത്രമാണ് ഓരോ ആഴ്ചയിലും. ആണോ?
അവസാനത്തെ ഒരു 9-ാം മാസം ആകുമ്പോഴത്തേക്കിലും 250 ഗ്രാമെങ്കിലും ആഴ്ചയിൽ കൂടേണ്ടതാണ്. വാവയ്ക്ക് 1.5 മാസമായിട്ട് 10 ഗ്രാമേ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴങ്ങനെ കുഞ്ഞിന് വന്ന ആ വളർച്ചക്കുറവ് ഇതെല്ലാം ഇവർക്കൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു ഡോക്ടേഴ്സിനുമൊക്കെ. ആ ഒരു അവസ്ഥയിൽ ഈ മകള് ഉടമ്പടി എടുത്തിട്ടില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് കൊന്ത മാത്രമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എനിക്ക് അഭയം മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും എന്നുള്ള ആ ഒരു തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത അവസ്ഥകളിൽ എങ്ങനെയാണ് നമുക്കത് പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് ശക്തി ലഭിക്കുന്നത്? പിന്നീട് നമ്മെ അറിയുന്ന, അതായത് നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു തമ്പുരാൻ്റെ അടുത്താണ് നാം പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ മകൾ ഇവിടെ വരുമെന്നും ഉടമ്പടി എടുക്കാനുള്ള ഒരു സന്നദ്ധതയുണ്ടെന്നും തൻ്റെ ജീവിത സാഹചര്യങ്ങളും ഡെലിവറി അതിനോടനുബന്ധിച്ച് നടന്ന പിന്നീടും കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി, ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴുണ്ടായ അസ്വസ്ഥതകൾ, ഇങ്ങനെയൊക്കെ ഈ മകൾക്കുണ്ട്. എങ്കിലും തൻ്റെ ആ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് പോലും തൻ്റെ ഡ്യൂട്ടിയൊക്കെ കാരുണ്യ പ്രവർത്തികളുടെ ഒരു ഭാഗമായിട്ടൊക്കെ ചെയ്യുവാനൊക്കെ ബോധപൂർവം എങ്ങനെ പരിശ്രമിച്ചു. ഇത് അറിയുന്ന ഒരു തമ്പുരാൻ്റെ അടുത്താണ് നാം ഉടമ്പടി എടുക്കാൻ വരുന്നത്. അതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുക, നമ്മെ ഫ്രോഡായി ദൈവം കണക്കാക്കരുത്. അതായത് നമ്മുടെ ഉള്ളറിയാം, നാം ഉടമ്പടി എടുക്കാൻ വരുമ്പോഴേ എന്തെങ്കിലും ഒരു ആകട്ടെ, പലരും പറഞ്ഞു അതുകൊണ്ടൊന്ന് ഉടമ്പടി എടുത്തേക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടണം, അതുകൊണ്ടൊരു 90 ദിവസത്തേനൊരു പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യസാധ്യത്തിനുള്ള ഒരു ഇതായിട്ടല്ല ഈ മകളുടെ ഉടമ്പടി എന്നറിയുന്ന ദൈവം പിന്നീട് ഈ മകളുടെ കൂടെ നടന്ന് എങ്ങനെയാണ് തനിക്ക് തൻ്റെ ഹോസ്പിറ്റലിലെ ആ കോംപ്ലിക്കേഷൻസൊക്കെ മാറുവാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് നല്ല രീതിയിൽ തൻ്റെ ഉടമ്പടി ജീവിതം മാക്സിമം വിശ്വസ്തതയും സത്യസന്ധയുമായിരുന്നു കൊണ്ട് തൻ്റെ കുഞ്ഞും അതുപോലെ തൻ്റെ പ്രൊഫഷനും ഒക്കെ ഉള്ളപ്പോൾ തന്നെ വളരെ സിൻസിയറായിട്ട് ചെയ്യുവാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ തനിക്ക് ഇന്ന് കിട്ടിയ കൃപകളുമായിട്ട് തൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് നിന്ന് സാക്ഷ്യം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നമുക്കും നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുവാനും നാമും മാക്സിമം തമ്പുരാനോടൊത്ത് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് ചെയ്യുവാനും വേണ്ട കൃപ നമുക്കുണ്ടാകണം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈ മകൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. തിരുക്കുമാരനും അമ്മ മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബ വിശ്വാസിയാണ്. ഞാൻ ഇവിടെ വന്നത് 16-ാം തീയതി ജൂലൈ 2022 വന്നത്. അന്ന് എനിക്ക് കൃപാസനത്തെ പറ്റിയോ ഇവിടുത്തെ പത്രത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു, തിരക്ക് കണ്ടു, ഞാനും ഉടമ്പടി എടുക്കാമെന്ന് കരുതി പത്രമൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പത്രം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഉടമ്പടി അതോടെ തീർന്നു എന്ന്. അങ്ങനെ ഞാൻ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര അവിശ്വാസമായിരുന്നു. ഇതൊക്കെ വെറും പറ്റിപ്പാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ പക്ഷെ പത്രമൊക്കെ കൊടുത്തു. പത്രം കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ കസിൻ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു, പത്രമൊക്കെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ കൗൺസിലിംഗ് ഒക്കെ കൂടിയായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് ഒന്നും കൂടിയില്ല, പത്രമൊക്കെ മേടിച്ചു, ഞാൻ പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, പത്രം മാത്രമല്ല കൗൺസിലിംഗ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത് കേട്ടുപോയി. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാനാണെങ്കിൽ യൂട്യൂബിൽ കുറേ ധ്യാനങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ കണ്ട് ഞാൻ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് കാണാനായിട്ട് തുടങ്ങി. ഫുൾ ടൈം എന്നെ കൃപാസനമായി. അങ്ങനെയൊക്കെ കണ്ടു. ഞാൻ എക്സാം സെപ്റ്റംബറിൽ എഴുതി. ഞാൻ ഒന്നും പഠിച്ചില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു കിട്ടുമെന്ന്. ഞാൻ എഴുതി, ഞാൻ അവിടെ ഫെയിലായി. ആ വിശ്വാസം കൊണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷനും ആയിപ്പോയി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി എടുത്താൽ എൻ്റെ എല്ലാം ശരിയാവുമെന്ന്. ഞാൻ അങ്ങനെ ഒക്ടോബർ 13, 2023 ഉടമ്പടി എടുത്തു.
ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം ഞാൻ നോക്കി. എന്നുവെച്ചാൽ എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്തു. ബൈബിളൊക്കെ 30 മിനിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കാനായിട്ട് ഞാൻ നോക്കി. കാരുണ്യപ്രവൃത്തി വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ എൻ്റെ കൺമുൻപിൽ കാണുന്ന പാവങ്ങൾക്ക് എന്നിൽ ഒതുങ്ങുന്ന പൈസയൊക്കെ കൊടുത്ത് ഞാൻ സഹായിച്ചിരുന്നു. അങ്ങനെ പിന്നെ കുമ്പസാരാണെങ്കിലും എല്ലാ 2 ആഴ്ചയിലും കൂടുമ്പോൾ നടത്തിയിരുന്നു. അങ്ങനെ എക്സാമിന് തൊട്ട് മുമ്പ് ഞാനിവിടെ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സൊക്കെ മേടിച്ചു, കാശ് രൂപമൊക്കെ മേടിച്ചു. ഞാൻ പോയി എക്സാം എഴുതി, വീണ്ടും ക്ലബിങ്. പക്ഷേ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒട്ടുമില്ലായ്മയിൽ നിന്ന് എനിക്ക് 3/4 ഭാഗത്തോളം അമ്മ മാതാവ് തന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇനിയും എനിക്ക് അമ്മ മാതാവ് തരും എന്ന്. ഞാൻ ഒട്ടും മടിക്കാതെ അമ്മയുടെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്കൊരു ഡേറ്റ് ഇട്ട് കിട്ടണം, എല്ലാവർക്കും നീ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കും ഇട്ട് തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പക്ഷേ കുറേ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പോൾ കുറേ പേരിട്ടത് കണ്ടു. പക്ഷേ ഞാൻ ഡേറ്റ് ഇടാൻ മറന്നുപോയി. ഞാൻ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡേറ്റ് തെളിഞ്ഞു വന്നു, ജൂലൈ 9. ഞാൻ അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മ മാതാവേ, ആ ഡേറ്റ് അത്ഭുതമുള്ളതാക്കി തരണേ, എനിക്ക് വിശ്വസിക്കാവുന്ന രീതിയിലാക്കി തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ ഇവിടെ ഈ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പപ്പയുടെ അടുത്ത് വന്ന് ചോദിച്ചു, പപ്പ ഒരു ഡേറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു. പപ്പയും സെയിം ഡേറ്റ് തന്നെ പറഞ്ഞു, ജൂലൈ 9. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഡേറ്റ് ചോദിച്ചു. എനിക്കൊരു ഡേറ്റ് തന്നു, അത് ഇന്ന ഡേറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവരും പറഞ്ഞു, ഞങ്ങളും അത് തന്നെയാണ് വിചാരിച്ചിരുന്നേ, ആ ഡേറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റൊക്കെ അടുക്കാൻ തുടങ്ങി. എനിക്ക് ടെൻഷൻസ് ഭയങ്കരമായിട്ട് കൂടി വരാൻ തുടങ്ങി. ജൂലൈ 9 ഡേറ്റ് ഇല്ലായിരുന്നു, ജൂലൈ 8 ഡേറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ആ ഡേറ്റ് അങ്ങോട്ട് എടുത്തു, എക്സാം എഴുതി. പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പം റിസൾട്ട് മെയിലിൽ വന്നിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയില്ല, എല്ലാം അപ്പോഴത്തെ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് വിട്ടു. പക്ഷേ വീട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നപ്പം എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു, നോക്ക് എന്നുള്ള രീതിയിൽ. ഞാൻ അങ്ങനെ നോക്കി, എനിക്ക് UK സ്കോർ അമ്മ മാതാവ് തന്നു. ഇതിനു മുമ്പ്, ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ്, ഞാൻ ഇവിടുന്ന് 5 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി റോട്ടിൽ എല്ലാവർക്കും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി പറ്റാത്തത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കും കയറി. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡായി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേട്ടിരുന്നു, ഈ ജപമാല റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കുറേ പേർക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ അന്ന് ഓർത്തിരുന്നു, അമ്മ മാതാവ്, എനിക്കും അങ്ങനെ കൂടാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ വന്ന് പറയാമല്ലോ എന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ പ്രാവശ്യം ഈ ഒക്ടോബർ 28 ജപമാല റാലിക്ക് കൂടാൻ പറ്റുമെന്ന്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞു. അങ്ങനെ വഴി ഞാനിവിടെ വന്നു, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വന്നു, ഇവിടെ അറ്റൻഡ് ചെയ്തു, പോയി. ഒക്ടോബർ 28 കഴിഞ്ഞ് വന്നിട്ട് നവംബർ 28 എൻ്റെ CBT പാസ്സാവുകയും ഡിസംബർ 28 2:30 അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. എനിക്കതിനു മുമ്പ് ഇൻ്റർവ്യൂസ് ഓഗസ്റ്റിൽ ഒരെണ്ണം വന്നു. അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ കിട്ടാണ്ടിരുന്നപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂസ് ഒന്നുമില്ലായിരുന്നു. ഞാൻ കട്ട ഡിപ്രഷൻ വീണ്ടും ആയിരുന്നു. അപ്പോഴാണ് അമ്മ മാതാവ് ഈ ഡിസംബർ 28 2:30 എന്ന് ഇട്ട് തന്നത്. എനിക്ക് ആ ഡേറ്റ് കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു ഇതെനിക്ക് വേണ്ടി തന്നെ ഇട്ട് തന്നതാണ് എന്നുള്ളത്. അതും ഞാൻ ഉദ്ദേശിച്ച ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നല്ല കിട്ടി. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ അറിയാവുന്ന ആരുമില്ല. ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, ആർക്കും ആ സ്ഥലം അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിത് വെച്ചതാണെങ്കിൽ അമ്മ മാതാവ് എനിക്ക് അവിടുത്തെ ഒരാളെ തന്നെ പരിചയപ്പെടുത്തി തരണമെന്ന്. അങ്ങനെ എൻ്റെ ഏജൻസിയിൽ നിന്ന് തന്നെ പോയ പിള്ളേരെ എനിക്ക് കിട്ടി. ഏജൻസിക്കാർ പറഞ്ഞതെന്നല്ല ഞാൻ അറിഞ്ഞത്. എനിക്ക് അവിടെ നിന്നുള്ള പിള്ളേർ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് കോണ്ടാക്റ്റ് ചെയ്തു. ഞാൻ പോലും അറിയാണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് പോലും കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. വാട്സപ്പിലൂടെ ഉള്ള ചാറ്റിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 പേരെ എനിക്ക് കിട്ടി. ഇത് അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ വെച്ചിരുന്നത്, എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും നടുവേദന, 1 വർഷത്തോളമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാതാവെ അത് മാറ്റി കൊടുക്കണേ എന്ന്. അങ്ങനെ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും നടുവേദന മാറി. ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറയാനായിട്ട് തുടങ്ങി. പിന്നെ എൻ്റെ അനിയത്തിക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അവളൊന്നും അത്ര ഇൻറ്റൻസീവായിട്ട് എടുത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അമ്മ മാതാവ് നല്ല മാർക്ക് തന്നെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത്രയും തന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അമ്മ മാതാവിൻ്റെ ഒരു ഇതും കൊണ്ട് മാത്രമാണ്. ഈ ഉടമ്പടി എടുത്തത് വഴി ഞാൻ ക്ഷമിക്കാനായിട്ട് കുറേയൊക്കെ പഠിച്ചു. എനിക്ക് നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തത് മുതൽ എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എന്തിനിറങ്ങി തിരിച്ചാലും അമ്മ മാതാവ് എനിക്ക് ബൈബിൾ വഴി എനിക്ക് വാക്യങ്ങൾ ഇട്ട് തരും, എല്ലാം ഇട്ട് തരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഇനിയും അങ്ങോട്ടേക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടാവും, എല്ലാത്തിനും സഹായിക്കും എന്നുള്ളൊരു പൂർണ്ണമായ ഉറപ്പ് എനിക്കുണ്ട്. നന്ദി അമ്മ മാതാവേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകളുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയുടെ ഒരു സാക്ഷ്യമാണ്. വളരെ വ്യക്തമായിട്ടും വളരെ സരസമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വന്നിട്ടുള്ള കാരണം ഇത് ഉടമ്പടി ഒരു പുതിയൊരു പ്രാർത്ഥനാ രീതി ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ആരെങ്കിലും കൂടുതൽ പറഞ്ഞ് പഠിച്ചു വരുന്നവർക്കല്ല, ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതെപ്പോഴും ഒരു സംശയം, ഒരുപാട് സംശയങ്ങളും കാരണം ഒരുപാട് കാര്യങ്ങളിത് പുതിയതായിട്ടുള്ള രീതികളൊക്കെ ഇതിലുണ്ട് എന്ന് തോന്നും. പക്ഷേ ഇത് ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും വ്യക്തമായിട്ടും പണ്ട് ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം വ്യക്തമായ നിബന്ധനകളിലൂടെ പ്രത്യേകമായിട്ടൊരു രീതിയിൽ പരിശുദ്ധ അമ്മ നമുക്ക് ക്രമീകരിച്ച് നൽകിയ വലിയൊരു പ്രാർത്ഥനയുടെ ശൈലിയാണ്, ഒരു ജീവിത ശൈലിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം അവസാനിക്കുമ്പം ഈ മകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് കുറച്ച് മാറ്റങ്ങൾ പറയുന്നുണ്ട്. കുറച്ചും കൂടെ ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് അപ്പം ഉടമ്പടി എപ്പോഴും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാവരുത്. കാര്യസാധ്യം ഇതൊരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്നുള്ളതാണ്. ആ ഒരു വ്യക്തിബന്ധത്തിൻ്റെ ഭാഗമാണ് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പല സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ മാതാവ് തന്നെ ഓരോരുത്തർക്ക് ഡേറ്റ് കൊടുക്കുന്നതും മനസ്സിൽ തെളിയിച്ചു കൊടുക്കുന്നതും സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡേറ്റും ഈ സമയവുമെല്ലാം നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയഭാഗത്തൊരു സമയഘടികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം. മറ്റുള്ള പ്രത്യക്ഷീകരണത്തിൽ വ്യത്യാസമായിട്ട് ഇവിടുത്തെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ നിറവും ഒപ്പം ഹൃദയഭാഗത്തെ ഈ ക്ലോക്കിൻ്റെ സാന്നിധ്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ ഒരു വലിയൊരു വ്യത്യാസങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ സമയം അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ എടുത്ത ഡേറ്റ് പറയാനായിട്ടൊക്കെ പറയുന്നത്. ഈ ഡേറ്റും നിങ്ങൾ ഈ ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ സമയബന്ധിതമായിട്ട് നിങ്ങളിത് വേഗത്തിൽ നടന്നോ അതിന് ലാഗുണ്ടോ എന്നൊക്കെ ഉള്ളൊരു പഠനത്തിനും വേണ്ടിയാണ്. ഈ പഠനങ്ങളൊക്കെയാണ് അച്ഛൻ ഇവിടെ ഒരു ആരാധനയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിലും വ്യക്തമായിട്ട് അവൾ പറയുന്നുണ്ട്, ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ആദ്യം ഇതിനു വേണ്ടിയല്ല വന്നത്, അദ്ദേഹം പിന്നീട് അത് കുറച്ചും കൂടെ പഠിച്ച് അറിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ എത്തിയതിന് ശേഷം പ്രാർത്ഥിച്ച് കിട്ടുന്ന ഡേറ്റും അപ്പച്ചൻ പറയുന്ന ഡേറ്റും ഒക്കെ ഒരുപോലെ വരുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുവെങ്കിലും ഇതിനൊക്കെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയൊരു സ്പർശമുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അതേ മനസ്സിൽ പ്രാർത്ഥിച്ചു തോന്നിയ അതേ ഡേറ്റ് അപ്പച്ചനും വീട്ടുകാരും അത് തന്നെ പറയുന്നു. പിന്നീട് ഈ മകൾക്ക് തന്നെ ബോധ്യപ്പെട്ട് കൊടുക്കുകയാണ്, നിനക്ക് ഇത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഇതിൽ നീ പാസ്സായി പോകുമെന്നുള്ളൊരു കോൺഫിഡൻസ്. അത് മനുഷ്യർക്ക് കൊടുക്കുന്നൊരു കോൺഫിഡൻസ് അല്ല, ഒരാൾ പ്രാർത്ഥനയിൽ കണ്ടെത്തുന്ന ഒരു വിശ്വാസം, ഒരു സാന്നിധ്യം ഈ മകൾ അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിൽ പറയുന്നത്. ഇതുപോലെ ഇപ്പോൾ ഇന്നേ ദിവസം തന്നെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിലുമെല്ലാം പറയുന്നൊരു കാര്യം, അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം അവർക്കെല്ലാവർക്കും ലഭിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് നമ്മൾ വിശ്വസിക്കണോ വേണ്ട എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവും ആകുന്നില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ തുറവയിൽ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ അതിലൊരു ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകും. ഈ മകൾ തുടക്കം പറയാനുണ്ട്, 3 മണിക്ക് എഴുന്നേറ്റ് ഉടമ്പടി ആരാധന കണ്ടെന്ന് പറയുന്നത്. അപ്പം എന്തോ ഒരു ആത്മാവിൻ്റെ ഒരു ആകർഷണം, അതാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാനല്ലാതെ ആരും എൻ്റെ പക്കൽ വരികയില്ലെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടുള്ള കുറേ സാക്ഷ്യങ്ങൾ, അക്രൈസ്തവരായ പറഞ്ഞ സാക്ഷ്യങ്ങളും അവരും പറയുന്നുണ്ട്. ഈശോയും മാതാവിനൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആകർഷണം തോന്നു പറയുന്ന ഒരു ആത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു ആകർഷണം മാതാവിലും ഈശോയിലും ഒക്കെ ഉണ്ട്.
അതാണ് നിങ്ങൾ ചിലർ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പത്രം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായി, കണ്ണിലൂടെ കണ്ണുനീര് വന്നു, എനിക്ക് എന്തെന്നില്ലാത്തൊരു അഭിഷേകം ഉണ്ടായെന്നൊക്കെ പറയുമ്പം ഇതൊക്കെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പത്രം കൊടുക്കണം അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് മറ്റുള്ളവരെ സന്ദർശിക്കണമെന്ന് പറയുന്നത്. യഥാർത്ഥ സമാധാനവും സന്തോഷവും ഒരു വ്യക്തി കണ്ടുമുട്ടുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ള വലിയൊരു സത്യം നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇനിയും മകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരുപാട് പേർക്ക് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഈ ജീവിതവും ഒപ്പം സമയവും ഈ ഉടമ്പടിയും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.